കൊപ്പം തിരുവേഗപ്പുറ ചെമ്പ്രയിൽ വീട് കുത്തി തുറന്ന് മോഷണം. 2 മൊബൈൽ ഫോണും 2.5 ഗ്രാം തൂക്കമുള്ള സ്വർണ്ണത്താലിയും മോഷണം പോയി. ചെമ്പ്ര വായനശാലയ്ക്ക് സമീപം കരുവാരത്ത് മൊയ്തീൻ കുട്ടിയുടെ ഉടമസ്ഥതയിലുള്ള വാടക വീട്ടിലാണ് മോഷണം നടന്നത്. പുതൂർ മൂന്നുമൂല സ്വദേശി സുരേഷും കുടുംബവുമാണ് ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നത്. കൊപ്പം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ചൊവ്വാഴ്ച രാത്രിയിലാണ് സംഭവം. രാത്രി 11 മണിയോടെയാണ് പ്രകാശനും ഭാര്യയും മക്കളും ഉറങ്ങാൻ കിടക്കുന്നത്. രാവിലെ എണീറ്റപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. വീടിൻ്റെ പിറകുവശത്തെ വാതിലിൻ്റെ പൂട്ട് തകർത്ത നിലയിൽ കാണപ്പെട്ടു. തുടർന്ന് പരിശോധന നടത്തിയപ്പോഴാണ് ജനലിന് സമീപം വച്ചിരുന്ന മൊബൈൽ ഫോണുകളും അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണത്താലിയും മോഷണം പോയതായി അറിയുന്നത്. മുക്കുപണ്ടത്തിൻ്റെ 2 ആഭരണങ്ങളും മോഷ്ടിച്ചതിൽ പെടുന്നുണ്ട്. വീടിനകത്തെ ബാഗുകളും മറ്റും വലിച്ചുവാരിയിട്ട നിലയിലുമാണ് കിടന്നിരുന്നത്. തുടർന്ന് കൊപ്പം പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പോലീസും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സമീപത്തെ വീട്ടിലും മോഷണ ശ്രമം നടന്നിട്ടുണ്ട്. ഉറങ്ങി നീച്ചത് പുറത്ത് വന്ന് നോക്കുമ്പോഴാണ് വാതിൽ ലോക്കിന്റെ അവിടെ പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഓരോന്നോരോന്നായി നോക്കുമ്പോ ഓരോന്നോരോന്നായി കാണാനില്ല, ഫോണ് കാണാനില്ല, അങ്ങനെ മാല കാണാനില്ല, ഓരോന്നോരോന്നായിട്ട് കാണാൻ. എന്റെ മാലയുടെ ഉള്ളിൽ താലിയുണ്ട് സ്വർണ്ണത്തിന്റെ, അത് പിന്നെ ഫോണ് കുട്ടിയുടെ പുതിയ ഫോണാണ്. അങ്ങനെ പൈസ ബാഗിൽ കുറച്ച് പൈസ ഒക്കെ ഉണ്ടായിരുന്നു, അത് പോയി. പോയിട്ട് ജനൽ തുറന്നിട്ട് പിന്നെ എണ്ണ കുപ്പി എടുത്തിട്ട് ജനലിൽ കൂടെ ഒഴിച്ചിട്ട് ആ കുപ്പിയോട് കൂടി പോയത് കൊണ്ടുപോയിരുന്നു. 12 മണിക്ക് ശേഷമാണ് സംഭവം നടന്നത്. 11 മണി വരെ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. 11 മണിക്ക് ശേഷമാണ് ഞങ്ങൾ ഉറങ്ങാൻ കിടന്നത്. അപ്പൊ ഒരുപാട് വൈകിട്ടാണ് മകൻ ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങാൻ കിടന്നത്. അപ്പൊ 12 മണിക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. രാവിലെ ഞങ്ങള് എണീച്ചേക്കാണ് 8 മണിക്ക്, ഒരുപാട് വൈകിട്ടാണ് എണീച്ചത്. 8 മണിക്കാണ് ഞങ്ങൾ ഉറങ്ങേക്കാണ് സംഭവങ്ങൾ, ബാഗുകളൊക്കെ പുറത്ത് കിടക്കുന്നത് കാണുന്നത്. അങ്ങനെ നോക്കുമ്പോഴാണ് മൊബൈൽ ഫോണൊന്നും കാണാനില്ല, താലി കാണാനില്ല, ബാഗൊക്കെ പുറത്ത് കിടക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ സംഭവം അറിയുന്നത്. ഒരുപാട് വൈകിട്ടാണ് ഉറക്കം നടന്നത്.